ഇത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ അധ്യായം 7 യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന അധ്യായത്തിലെ അച്ചും ചക്രവും അല്ലെങ്കിൽ വീൽ ആൻഡ് ആക്സിൽ എന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ ഒരു ചെറിയൊരു മാതൃക ഉണ്ടാക്കി നോക്കിയതാണ്. ഇവിടെ ഇതാണ് ഈ അച്ചും ചക്രത്തിലെ അല്ലെങ്കിൽ വീൽ ആൻഡ് ആക്സിലിൽ വീല് അല്ലെങ്കിൽ ചക്രം എന്ന് പറയുന്ന ഭാഗം ഇതാണ് അച്ച് അല്ലെങ്കിൽ ആക്സിൽ. ഈ വീല് തിരിയുമ്പോൾ ഈ ആക്സിൽ തിരിയും. ആക്സിൽ തിരിയുമ്പോൾ അതിൻ്റെ മേലെ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഭാരം ഇങ്ങനെ ഉയർന്നു വരും. നമുക്ക് ഭാരം കൂടിയ വസ്തുക്കളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഈ ചക്രത്തിൻ്റെ ആരത്തിനെ അച്ചിൻ്റെ ആരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അച്ചിൻ്റെ ആരം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ യാന്ത്രിക ലാഭം വളരെ കൂടുതലായിരിക്കും. നമുക്ക് ചക്രത്തിൻ്റെ ആരത്തെ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ചക്രത്തിൻ്റെ ആരത്തെ നമുക്ക് ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ ഈ ചക്രത്തിൻ്റെ ആരം എന്ന് പറയുന്നത് നമ്മുടെ ഈ വടിയുടെ നീളമാണ്. ഇത്രയായിരിക്കും ഇതിൻ്റെ ചക്രം വരിക, ചക്രത്തിൻ്റെ ആരം എന്ന് പറയുന്നത്. അപ്പോൾ യാന്ത്രിക ലാഭം നമുക്ക് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് കഴിയും.